അമ്മ ഇത് എവിടെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? ക്ലീറ്റോട് അപ്പച്ചൻ മരിച്ചു പോയത്. ഒരു കാര്യം, ഞങ്ങൾ അതുവഴിയാണ് വരുന്നത്. ഒന്ന് പുറത്തിറങ്ങി നിന്നാൽ മതി. ആ കടയുടെ അവിടെ നിന്നാൽ മതി. ഞങ്ങൾ എടുത്തോളാം. തങ്കം, വണ്ടി വന്ന്. എടാ ഒരു 5 മിനിറ്റ് ക്ലീറ്റോ കരഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ വരാ ഞാൻ. അമ്മ സംസാരിക്കാൻ എന്താ കുഴപ്പം? അല്ല, പത്മാക്ഷിയുടെ വീട്ടിൽ പോണത് നമ്മളിങ്ങനെ തോക്കാൻ പാടില്ലല്ലോ. പിന്നെ എന്റെ ഹവീൽദാർ മരിച്ചത് കൊണ്ട് ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുക. അവൾ വലിയ പണക്കാരിയാണെന്നാ അവളുടെ ഭാവം. അത് വേണ്ട. പിന്നെ എന്റെ വലിയ പണയത്തിലായി പോയില്ലേ, അതും കൂടെ ഇടായിരുന്നു. അല്ല, അവളെ വീട്ടിൽ കയറുന്നോണ്ടാ. നിനക്കത് മതിയാ? അല്ല, എന്റെ നാത്തൂനല്ലേ തങ്കം. അമ്മ ഇറങ്ങി, എല്ലാരും ഇറങ്ങിയടി. ഇങ്ങോട്ടൊന്ന് വാ, അവിടെ കൂടെ ഒന്ന് കേറണ്ടേ? ഭരണത്തിന് കറങ്ങാൻ പോണ അവർക്ക് ഉത്തരവാദിത്തം വേണ്ട. അതെ, വാ തങ്കം, വേഗം പോടി. അവിടെ ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. അല്ല, പോണ വഴിക്ക് വിളിച്ച് പറഞ്ഞാൽ നീ അങ്ങോട്ട് മാറിയണോ? ഞാൻ കേറാം. കാലൊന്ന് നീട്ടി വെക്കണം. കിടന്ന് കരയുന്നത് വിളിക്കാൻ ചെയ്യുന്നു. എടുക്കുന്നേ ഭാഗത്തിരുന്ന് സംസാരിക്കാൻ മതി. ശരി ശരി. അപ്പച്ചന് കുഴപ്പമൊന്നുമില്ല. അപ്പച്ചൻ അവിടെ ഉണ്ട്. അപ്പച്ചൻ മരിച്ചിട്ടില്ല. അപ്പച്ചൻ മരിച്ചെന്ന് പറഞ്ഞത് നിന്നെ വിളിച്ചാണല്ലോ അവിടെ. പിന്നെ അപ്പച്ചൻ മരിച്ചില്ലല്ലേ? പത്രസച്ചായ അങ്ങനെ പറഞ്ഞത് പിന്നെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിട്ട് അപ്പച്ചൻ മരിച്ചില്ല. പത്രസച്ച നിങ്ങളെന്ത് തോന്നിയ സാർ കാണിച്ചേ? അപ്പച്ചൻ മരിച്ചു എന്നൊക്കെ കാണാൻ വിളിച്ചു ആൾക്കാരെ പറ്റിക്കുന്നേ. മരിച്ചോ? അളിയാ അളിയാ, അപ്പച്ചൻ മരിച്ചില്ല. അപ്പച്ചൻ മരിച്ചില്ല. മരിച്ചില്ല, പക്ഷെ അപ്പച്ചൻ മരിച്ചു. എടി, പത്രസച്ചായന്റെ അപ്പച്ചനാ മരിച്ചേ. നമ്മളപ്പച്ചൻ മരിച്ചില്ല. നീ എന്തിനാണ് ഈ കാളെ പറ്റുന്ന കയറെടുക്കാൻ പോകുന്നത്? നിന്നിട്ട് ഞാൻ പണ്ടേ പറയുന്നുണ്ട്, ഒരു കാര്യം കേൾക്കുമ്പോൾ കൃത്യമായിട്ട് കേൾക്കണം, അതിനെ പ്രതികരിക്കാവും. അതിന് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോ അപ്പച്ചൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ അപ്പച്ചനായിരിക്കും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്തിക്കാനായിട്ട് വണ്ടി പിടിച്ചപ്പോൾ വെള്ളം പിടിച്ചിട്ട് എന്താ ഇത്? പത്മാക്ഷി ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചത് വെറുതെ ആശിപ്പിച്ചു കളഞ്ഞു. അങ്ങോട്ട് Versus Alien.